നമസ്കാരം, ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. ദേശീയ ഇൻഷുറൻസ് വെട്ടിക്കുറയ്ക്കുമെന്ന് കെയർ സ്റ്റാർമർ. 18 വയസ്സ് പ്രായമുള്ള കുട്ടികൾ നടത്തേണ്ട സന്നദ്ധ സേവനങ്ങളുടെ ഒരു മാർഗരേഖ പ്രധാനമന്ത്രി അവതരിപ്പിച്ചു. ഇതിൻ പ്രകാരം സ്പെഷ്യൽ കോൺസ്റ്റബിൾ, RNLI വോളണ്ടിയർ, NHS റെസ്പോണ്ടർ തുടങ്ങിയ റോളുകളിൽ പ്രതിമാസം ഒരു വാരാന്ത്യത്തിൽ യുവജനങ്ങൾ സേവനം നടത്തേണ്ടത്. സന്നദ്ധ സേവനം നടത്താൻ തിരഞ്ഞെടുക്കുന്ന 18 വയസ്സ് പ്രായമുള്ള കുട്ടികളെ ദേശീയ സേവനത്തിന്റെ ധീരമായ മാതൃകയെന്നാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. പുതിയ നാഷണൽ സർവീസ് പ്രോഗ്രാം രൂപകൽപ്പന ചെയ്യുന്നതിനായി ഒരു റോയൽ കമ്മീഷനെ രൂപീകരിക്കും. എന്നാൽ പുതിയ പദ്ധതിയെ നോ കോസ്റ്റ് പോളിസി എന്നാണ് ലേബർ പാർട്ടി വിമർശിച്ചത്. ദേശീയ ഇൻഷുറൻസ് വെട്ടിക്കുറയ്ക്കുമെന്ന വാഗ്ദാനമാണ് പ്രധാനമായും ലേബർ പാർട്ടി നേതാവ് കെയർ സ്റ്റാർമർ പറഞ്ഞത്. ഇങ്ങനെ ബ്രിട്ടനിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ചൂടുപിടിക്കുകയാണ്. ബാഗിൽ ലിക്വിഡ് കൊണ്ടുപോകാനുള്ള നിയന്ത്രണം പിൻവലിച്ച് ബർമിംഗ്ഹാം എയർപോർട്ട്. പുതിയ ഫാസ്റ്റ് ട്രാക്ക് സ്കാനറുകൾ പ്രവർത്തനം ആരംഭിച്ചതോടെ സുരക്ഷാ പരിശോധന സമയത്ത് ലിക്വിഡുകൾ ബാഗിൽ നിന്നും പുറത്തെടുക്കേണ്ട സാഹചര്യം ഇല്ലാതായതോടെയാണ് 100 ml ഹാൻഡ് ലഗേജ് നിയമം അടുത്തയാഴ്ച മുതൽ നീക്കം ചെയ്യുന്നതെന്ന് ബർമിംഗ്ഹാം വിമാനത്താവളം പറഞ്ഞു. പുതിയ സാങ്കേതികവിദ്യ നിലവിൽ വരുന്നതോടെ ലിക്വിഡുകൾക്ക് മാത്രമല്ല പ്രയോജനം ലഭിക്കുന്നത്, ലാപ്ടോപ്പുകളും ബാഗിൽ നിന്ന് പുറത്തെടുത്ത് പരിശോധിക്കേണ്ടതായി വരുന്നില്ല. ലൂട്ടൺ, ബ്രിസ്റ്റോൾ വിമാനത്താവളങ്ങളും ജൂൺ മാസത്തിൽ തന്നെ ഈ സാങ്കേതിക വിദ്യ പ്രയോഗിക്കാനുള്ള നീക്കത്തിലാണ്. ബാങ്ക് അവധി വാരാന്ത്യത്തിൽ A3യിൽ വാഹനങ്ങൾ നീണ്ട ക്യൂവിൽ കുടുങ്ങി. വാരാന്ത്യ ബാങ്ക് അവധിക്ക് ലണ്ടനിൽ നിന്ന് പുറപ്പെട്ട യാത്രക്കാർക്ക് ഗതാഗതക്കുരുക്കും നീണ്ട കാത്തിരിപ്പും കാരണം തടസ്സങ്ങൾ നേരിട്ടു. A3 മോട്ടോർവേയിൽ 5 മണിക്കൂർ വരെ ഗതാഗതം സ്തംഭിച്ചു. ചില വാഹനയാത്രക്കാർ 8 മണിക്കൂറുകളോളമാണ് റോഡിൽ കുടുങ്ങിയത്. റോഡ് വർക്കുകൾ കാരണം പാതകൾ അടച്ചതും അവധിക്കാല യാത്രകളും ഗതാഗതക്കുരുക്കിന് കാരണമായി. ഡോവർ തുറമുഖത്ത് 2 മണിക്കൂർ വരെ കാലതാമസം നേരിട്ടു. NHSൽ ഫിസിയോതെറാപ്പി ചികിത്സയ്ക്കായി കാത്തിരിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവ്. പുറം, കഴുത്ത്, മുട്ടുവേദന പോലുള്ള മസ്കുലോ സ്കെലിറ്റൽ പ്രശ്നങ്ങൾക്കുള്ള ചികിത്സയ്ക്കായി കാത്തിരിക്കുന്നവരുടെ പട്ടിക കഴിഞ്ഞ വർഷം ജനുവരി മുതൽ 27% വളർന്നിരിക്കുകയാണ്. ബ്രിട്ടനിലെ ജനസംഖ്യാ കണക്കനുസരിച്ച് NHSൽ ഫിസിയോതെറാപ്പി പോസ്റ്റുകൾ വർദ്ധിക്കുന്നില്ലെന്ന് ചാർട്ടേഡ് സൊസൈറ്റി ഓഫ് ഫിസിയോതെറാപ്പി പറയുന്നു. വർദ്ധിക്കുന്ന ഡിമാൻഡിനൊപ്പം സേവനം നൽകാൻ NHS ഫിസിയോതെറാപ്പി തസ്തികകളിൽ വർഷാവർഷം 7% വർധനവ് നടപ്പാക്കണമെന്ന് CSP വ്യക്തമാക്കി. മാർച്ചിൽ 3,23,965 പേരാണ് ഇത്തരം ചികിത്സയ്ക്കായി കാത്തിരിക്കുന്നതെന്ന് NHS കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസ് വ്യക്തമാക്കുന്നു. 7ാമത് എയ്ഡ്സ്ഫോർഡ് തീർത്ഥാടനം ശനിയാഴ്ച നടന്നു. മാതൃഭക്തിയുടെ പ്രത്യക്ഷ പ്രഘോഷണമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന തീർത്ഥാടനത്തിലേക്ക് ബ്രിട്ടന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ ഈ വർഷം പങ്കെടുത്തു. ഇംഗ്ലണ്ടിന്റെ ആരംഭമായ കെന്റിലെ പുണ്യപുരാതന മരിയൻ തീർത്ഥാടന കേന്ദ്രമാണ് എയ്ഡ്സ്ഫോർഡ് പ്രയറി. ശനിയാഴ്ച രാവിലെ 11:15 കൊടിയേറ്റിനെ തുടർന്ന് നേർച്ച കാഴ്ചകളുടെ സ്വീകരണം, ജപമാല, പ്രസുതേന്തി വാഴ്ച, തിരുസ്വരൂപങ്ങളുടെ വെഞ്ചിരിപ്പ്, ആഘോഷമായ വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, സമാപന ആശീർവാദം, സ്നേഹവിരുന്ന് എന്ന രീതിയിലായിരുന്നു തീർത്ഥാടനത്തിന്റെ സമയക്രമം. ഒത്തിരിയും മാതാവിന്റെ സന്നിധിയിലേക്ക് രൂപത അധ്യക്ഷൻ മാർ ജോസഫ് സ്രാമ്പിക്കലിന്റെ നേതൃത്വത്തിലായിരുന്നു 7ാമത് തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായത്. ഇംഗ്ലണ്ടിലും വെയിൽസിലും ലീസ് ഹോൾഡ് റിഫോംസ് പരിഷ്കരണങ്ങൾ നിയമമായി അംഗീകരിച്ചു. എന്നാൽ നിലവിലുള്ള ലീസ് ഹോൾഡ് ഉടമകൾക്ക് ഗ്രൗണ്ട് വാടക നിരക്ക് പരിമിതപ്പെടുത്താനുള്ള പ്രധാന നടപടികൾ ഉൾപ്പെടുത്തിയിട്ടില്ല. സ്റ്റാൻഡേർഡ് ലീസ് കാലാവധി നീട്ടുന്നതും സർവീസ് ചാർജ് ബില്ലുകൾ ലളിതമാക്കുന്നതും പോലുള്ള ചില ആനുകൂല്യങ്ങൾ പുതിയ നിയമം ലീസ് ഹോൾഡ് ഉടമകൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. എന്നിരുന്നാലും ഗ്രൗണ്ട് റെന്റ് ക്യാപ്പിന്റെ അഭാവം ചില വീട്ടുടമസ്ഥർക്ക് ഉയർന്നതും അപ്രതീക്ഷിതവുമായ ചാർജുകൾ നേരിടേണ്ടി വന്നേക്കാം. വീട്ടുടമസ്ഥർക്ക് അവരുടെ മോർഗേജിന് മുകളിൽ ഗ്രൗണ്ട് വാടക നൽകേണ്ടതായി വരും. ജൂലൈ 4 നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുൻപായി വെള്ളിയാഴ്ച പാർലമെന്റിൽ ഉണ്ടാക്കിയ അവസാന നിയമനിർമ്മാണങ്ങളിലൊന്നാണ് ഫ്രീ ഹോൾഡ് പരിഷ്കരണ ബില്ല്. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.